ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ സാമ്പാർ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിന് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ്, ഞാനിവിടെ 1/2 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പരിപ്പ് മതി കേട്ടോ, കാരണം വെജിറ്റബിൾസ് എല്ലാം കൂടി കൂടുമ്പോൾ നന്നായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം പരിപ്പ് എടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടാണ്ട് വേവിക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുക്കറിൽ 2-3 വിസിൽ വരണ വരെ നമ്മുടെ ഏത് പരിപ്പാണോ ആ പരിപ്പിൻ്റെ വേവനുസരിച്ച് നമുക്ക് ഒരു 2-3 വിസിൽ സാധാരണ പരിപ്പിന് മതി. അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, ഞങ്ങൾക്കതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് കായം, നമ്മുടെ LGയുടെ കട്ടയായിട്ടുള്ള കായം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അത് വെറുതെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആ പരിപ്പ് വേവിക്കുക. ആ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ഓയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. നമ്മൾ സാമ്പാർ നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീറ്റ്റൂട്ടൊക്കെ ഇടുന്നത്. നല്ലൊരു റെഡ് കളറ് സാമ്പാറിന് കിട്ടും. പിന്നെ ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുളി ഇടാം കേട്ടോ. പുളി നമുക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാലും മതി. ഞാനിവിടെ പുളി അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടാണ് കേട്ടോ. ഇനി സാമ്പാറിന് കാച്ചി ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാച്ചി ഒഴിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഓയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് ഒനിയനും കൂടി ചെറുതാക്കി അരിഞ്ഞത് അതൊന്ന് വഴറ്റി നല്ല കുറച്ചൊന്ന് ക്രിസ്പിയാക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ക്രിസ്പിയാക്കി എടുത്തിട്ട് അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കാച്ചി ഒഴിക്കുമ്പോൾ. ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് മുകളിൽ കാച്ചി ഒഴിക്കുക സാമ്പാറിൻ്റെ. അപ്പോൾ സാമ്പാർ റെഡി. എല്ലാവരും സാമ്പാർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണേ. Jojo, smile please.